വിഷാംശമൊക്കെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞു. അതിനുള്ള മരുന്നാ തോമസ് സാർ തന്നത്. എന്നാലും അവിടെ നിന്ന് ഇവിടെ വരെ വന്ന സമയത്ത് കുഞ്ഞിന് എന്തേലും സംഭവിച്ചൊന്നും അറിയില്ലല്ലോ കണ്ണേട്ട. അതുകൊണ്ടാ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഞാൻ പറഞ്ഞത്. സ്കാനിങ്ങിന്റെ റിസൾട്ട് വരുന്നതോടെ തന്റെ ഈ ടെൻഷനൊക്കെ മാറുമല്ലോ. അമ്മ ഉണ്ടാക്കിയ പലഹാരം ആയതുകൊണ്ട് അത് രാവിലെ വന്ന് മഹിയെടുത്ത് കഴിക്കുമായിരുന്നു. അപ്പോഴേ പറഞ്ഞതാ രാവിലെ തന്നെ മധുരം കഴിക്കണ്ടെന്ന്. എപ്പോഴായാലും കഴിക്കില്ലേ? ആ നേരത്തെ ഇത് തന്നെ ഉണ്ടാവില്ലേ? ഒരു കണക്കിന് നിങ്ങളെല്ലാവരും അത് കഴിക്കാതിരുന്നത് നന്നായി. അങ്ങനെ കഴിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും വയറിന് പ്രശ്നമായേനെ. കൃത്യസമയത്ത് ഇയാളെവിടെ എത്തിക്കാനും പറ്റില്ലായിരുന്നു. പിന്നെ ഇനി സംസാരിച്ച സമയം കളയണ്ട. പോ. വാ മഹി. പതുക്കെ. ആളെ ഡ്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടറെ? ദൈവത്തിന് നന്ദി പറയാ വേണ്ടത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കൃത്യസമയത്ത് തോമസ് ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞതാണ് ഭാഗ്യമായത്. ഞങ്ങൾ സാധാരണ ആയുർവേദത്തെ കുറ്റം പറയാറുണ്ട്. എങ്കിലും തോമസ് സാറിന്റെ കാര്യത്തിൽ ഒരു തിരുത്തുണ്ട്. അദ്ദേഹത്തെ അംഗീകരിക്കാത്ത ഒരു ഡോക്ടേഴ്സും ഈ നാട്ടിലില്ല. അദ്ദേഹം ഉള്ളിച്ചെന്ന വിഷത്തിന്റെ വീര്യം കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് മരുന്ന് കൊടുത്തായിരുന്നു. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ശരിക്കും അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അമ്മയും കുഞ്ഞും ഓക്കെയാ. ഞാൻ വിശദമായ ചെക്കപ്പ് നടത്തി, ഒന്നിലധികം തവണ. എന്നിട്ടാണ് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാന്ന് കൺഫേം ചെയ്തത്. പിന്നെ കുറച്ചു സമയം അയാൾ ഇവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞ് തോമസ് ഡോക്ടറിന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയിക്കോ. അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ പറയുമ്പോ കൊണ്ടുപോയാൽ മതി. ഇങ്ങോട്ട് വരുമ്പോ ഞാനും അയാളും ഭയത്തിലായിരുന്നു. അയാൾക്കൊന്നും സംഭവിക്കില്ലെന്നറിയാം. എങ്കിലും കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കേസ് ഉണ്ടായ സാധാരണ കുഞ്ഞിനെ കിട്ടാൻ വലിയ പാടാ. ഇവിടെ എന്തായാലും ദൈവം തുണച്ചു എന്ന് വേണം പറയാൻ. ഇപ്പൊ നിനക്ക് സമാധാനമായില്ലടാ? എന്നേക്കാൾ കൂടുതൽ സമാധാനം അയാൾക്കായിരിക്കും. ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ നാടകം കളിയൊക്കെ നല്ലതാ. പക്ഷേ അതുകൊണ്ട് ഒരു കാരണവശാലും നഷ്ടങ്ങൾ സംഭവിക്കരുത്. അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനാ ഡോക്ടറെ എന്റെ വീട്ടിൽ നിന്ന് മാറ്റി അയാളെ അനന്തന്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. എന്നിട്ടും അപകടം ഒഴിഞ്ഞു പോയില്ലല്ലോ. ഞാൻ മഹാലക്ഷ്മിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ കുട്ടിക്ക് ചിലപ്പോ വിശ്വാസം വന്നു കാണത്തില്ല. അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണെന്ന് തോന്നിയിട്ടുണ്ടാവാം. ഇനി പോയി കണ്ണൻ കാര്യം പറ. ശരി ഡോക്ടർ. ശരി. എന്നോട് തോമസ് ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിലും കുഞ്ഞിന് എന്തേലും പറ്റി കാണൂലേക്ക്? ഒന്നും പറ്റി കാണില്ല മഹി.